സിബി, ഈ ഇറാനിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നത് പ്രകൃതിവാതകങ്ങളൊക്കെ വാങ്ങുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. പ്രദേശത്ത് അത്തരത്തിലൊരു സംഘർഷം, ഇതിനെതിരായി ഇന്ത്യ നിലകൊള്ളുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നയപരമായി? ഇറാൻ ഇസ്രായേൽ സംഘർഷം മൂർച്ഛിക്കുമ്പോൾ വളരെ വലിയ പ്രതിസന്ധി നമ്മുടെ രാജ്യത്തും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു ട്വീറ്റ് അടക്കം വന്നിരിക്കുന്നത് ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഈ അവിടുത്തെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. സംഘർഷം രൂക്ഷമാകുന്ന അവസ്ഥ ഇരു രാജ്യങ്ങളും ഒഴിവാക്കണം. അതുമാത്രമല്ല, ഈ നയതന്ത്ര ഇടപെടലുകളുടെയും ചർച്ചകളുടെയും ഈ ഒരു സംഘർഷം പൂർണ്ണമായും ഒഴിവാക്കണം. സൗഹൃദപരമായ ബന്ധത്തിന് എല്ലാ പിന്തുണയും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്നും ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇരു രാജ്യങ്ങളിലുമുള്ള ഇന്ത്യൻ പൗരന്മാർ അതീവ ജാഗ്രതയോടെ സുരക്ഷിതരായി ഇരിക്കാനുള്ള നിർദ്ദേശം കൂടി ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്നിപ്പോൾ നിരവധി ഈ ഒരു ഇറാൻ്റെ വ്യോമ പാതയെല്ലാം തന്നെയും അടച്ച ഒരു പശ്ചാത്തലത്തിൽ നിരവധി വിമാനങ്ങൾ റദ്ദാക്കുകയോ വഴിതിരിച്ചു വിടുകയോ അല്ലെങ്കിൽ തിരിച്ച് ഇറക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഏകദേശം എയർ ഇന്ത്യ തന്നെ ഇപ്പോൾ അല്പസമയം മുമ്പ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് 16 സർവീസുകളെ ബാധിച്ചിട്ടുണ്ട്. 16 സർവീസുകൾ റദ്ദാക്കുകയോ അല്ലെങ്കിൽ വഴിതിരിച്ചു വിടുകയോ ചെയ്തിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ന്യൂയോർക്കിലേക്കും ലണ്ടനിലേക്കും ടൊറൻറ്റോയിലേക്കും പോയ വിമാനങ്ങളാണ് വഴിതിരിച്ചു വിടുകയും അതോടൊപ്പം തന്നെ തിരിച്ച് മുംബൈയിലും ഡൽഹിയിലൊക്കെ ഇറക്കിയ ഒരു സാഹചര്യമുള്ളത്. നമുക്കറിയാം, 2018 ഇറാനുമായിട്ടെല്ലാം തന്നെയും വളരെയധികം പ്രത്യേകിച്ച് എണ്ണ ഉൾപ്പെടെ എല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ട രാജ്യമായിരുന്നു ഇറാൻ. പിന്നീട് 2018 US-ൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അല്ലെങ്കിൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങിയെല്ലാം തന്നെയും ആ ഒരു ഉടമ്പടിയൊക്കെ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായത്. വീണ്ടും ഇറാനുമായിട്ടെല്ലാം തന്നെയും വ്യാപാര രംഗത്തൊക്കെ ഇന്ത്യ ഏറ്റവും സൗഹൃദമായ അന്തരീക്ഷത്തിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലം കൂടിയായിരുന്നു. ഇതെല്ലാം തന്നെയും ലോകരാജ്യങ്ങൾക്കിടയിൽ വളരെ വലിയ രീതിയിൽ ഒരു പ്രത്യേകിച്ച് ഇസ്രായേലിന് ഏറ്റവും അധികം സഹായം നൽകുന്നത് അമേരിക്കയാണ്. ട്രംപ് ഉൾപ്പെടെ എല്ലാം തന്നെയും ഇറാന് വിരുദ്ധമായ നിലപാടുകളാണ് എന്നും സ്വീകരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇതിൽ ട്രംപിനൊക്കെ അന്ന് 2018 ഇന്ത്യയെ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനൊക്കെ അന്ന് വരുതിയിൽ വരുത്തിക്കൊണ്ട് തന്നെ ഇറാനുമായുള്ള ആ എണ്ണ കരാർ ഉൾപ്പെടെ എല്ലാം തന്നെയും റദ്ദാക്കാനൊക്കെ അന്ന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം തന്നെയും തിക്തഫലം ഇന്ത്യ ഇപ്പോൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു സൗഹൃദപരമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യാപാര ബന്ധം കൂടി ഇന്ത്യയെ സംബന്ധിച്ച് ആ ഒരു മേഖലയിലും വ്യാപാര മേഖലയിലും ആണവോർജ്ജ മേഖലയിലെല്ലാം തന്നെയും വളരെയധിക നഷ്ടം കൂടിയാണ് ഈ ഒരു ഇറാൻ ഇസ്രായേൽ സംഘർഷം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ അമേരിക്ക ഏറ്റവും വലിയ രാജ്യമെന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ആണവോർജ്ജ ശേഷിയുള്ള രാജ്യം റഷ്യ പോലുള്ള രാജ്യങ്ങൾ തന്നെയാണ്. എന്തായാലും റഷ്യ പോലുള്ള രാജ്യങ്ങളിലൊരു ഒരു പിന്തുണയൊക്കെ ഇറാനുണ്ട് തന്നെ. എന്തായാലും ഈ ഒരു ഏത് രാജ്യങ്ങൾ തന്നെ തമ്മിലാണെങ്കിൽ പോലും ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് എല്ലാ ലോകരാജ്യങ്ങളെയും ബാധിക്കുകയും അവിടെ എല്ലാവരുടെയും ജനജീവിതം ബാധിക്കുകയും വ്യാപാര ബന്ധങ്ങൾ ബാധിക്കുകയും നയതന്ത്ര തലത്തിൽ തന്നെ വളരെയധികം വിള്ളലുകളുണ്ടാകുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത് എണ്ണ മേഖലയിലും അതോടൊപ്പം തന്നെ മറ്റുള്ള വ്യാപാര മേഖലയെല്ലാം തന്നെയും ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇരു രാജ്യങ്ങളും വളരെ സൗഹൃദപരമായി പോകണം. അതിനുവേണ്ടിയുള്ള എല്ലാ സൗഹൃദപരമായ ബന്ധത്തിന് വേണ്ടിയുള്ള മധ്യസ്ഥ വഹിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വ്യോമയാന മേഖലയെ ഇതിൽ കാര്യമായി ബാധിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് നിരവധി വിമാന സർവീസുകൾ ഇറാൻ്റെ വ്യോമ പാത അടച്ചതിനെ തുടർന്ന് നിരവധി വ്യോമ സർവീസുകൾ റദ്ദാക്കി അതോടൊപ്പം തന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്ത് തിരിച്ച് ലാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അത് വളരെയധികം യാത്രക്കാരെയൊക്കെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ പല മേഖലയിലും ഈ ഒരു സംഘർഷം ബാധിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ജിംഷാദ്.